ദൈവബന്ധി ഉലമാക്കളുടെ ചരിത്രം വായിച്ചാൽ രണ്ട് മുഖം എനിക്ക് കാണും. അതുകൊണ്ട് ഒരു മുഖം വായിച്ച ആളുകൾക്ക് നല്ലവരായിട്ട് തോന്നും, മറ്റേ മുഖം വായിച്ചവർക്ക് അങ്ങനെ. പക്ഷേ ബറേലി ഉലമാക്കൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് റളാ ഖാൻ ബറേലി അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട അലി ഹസൻ ബാക്കവി ഒതുക്കുങ്ങൽ അവർകളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന അബദ്ധം ചൂണ്ടിക്കാട്ടാനാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ദൈവബന്ധി ഉലമാക്കളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. അത് ഈ സുന്നികളല്ലാത്തവർക്കൊക്കെ രണ്ട് മുഖം ഉണ്ടാവും. സുന്നികൾക്ക് മാത്രമേ ഒറ്റ മുഖമുള്ളൂ. രണ്ട് മുഖം വെച്ച് സുന്നി അല്ലാത്ത മുഴുവൻ ആളുകൾക്കുണ്ട്. ദൈവബന്ധി ഉലമാക്കളുടെ ചരിത്രം വായിച്ചാൽ രണ്ട് മുഖം എനിക്ക് കാണും. അതുകൊണ്ട് ഒരു മുഖം വായിച്ച ആളുകൾക്ക് നല്ലവരായിട്ട് തോന്നും, മറ്റേ മുഖം വായിച്ചവർക്ക് അങ്ങനെ. പക്ഷേ ബറേലി ഉലമാക്കൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് റളാ ഖാൻ ബറേലി അങ്ങനെയല്ല. ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ. പറയാനുള്ളത് പറയും, ആരുടെ മുഖത്തും പറയും. ഇവിടെ ബഹുമാനപ്പെട്ട അലി ഹസൻ ബാക്കവി അവർകൾ പറയുന്നു, ദൈവബന്ധി ഉലമാക്കളെ ചിലർ വിമർശിച്ചതുകൊണ്ട് അവർക്ക് രണ്ട് മുഖമുണ്ടെന്നും സുന്നികളല്ലാത്തവർക്ക് രണ്ട് മുഖമുണ്ടെന്നും അതുകൊണ്ടാണ് ചിലത് വായിക്കുമ്പോൾ അവർ നല്ലവരായും മറ്റു ചിലത് വായിക്കുമ്പോൾ അവർ മോശക്കാരായും തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലവി അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്ക് ഒറ്റ മുഖമേയുള്ളൂ. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോയിൽ മൗലവി അഹമ്മദ് റസാ ഖാൻ ബറേൽവി അവർകളെ വിമർശിക്കൽ നമ്മുടെ ഉദ്ദേശമല്ല. എന്നാൽ ദൈവബന്ധി ഉലമാക്കൾ സുന്നികളാകാതിരിക്കാൻ അദ്ദേഹം ഉന്നയിച്ച വാദം അസ്ഥാനത്താണ് എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം തന്നെ മൗലവി അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്ക് രണ്ട് മുഖമുണ്ടെന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം മൗലവി ബറേലവിയും സുന്നിയാകാതാവും എന്നും ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൻ്റെ സ്മരണികയിൽ മഹാനവർകൾ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു, അഹമ്മദ് റിസാ ഖാൻ ബറേലവി എന്ന ഒരാൾ ഹറമിലെ ഉലമാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു ഫത്വ വാങ്ങുകയും അത് നാടുനീളെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മഹാന്മാരെല്ലാം ഹനഫി മദ്ഹബുകാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അതിനാൽ ഈ മഹാന്മാരെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലിൽ വഞ്ചിതരാകരുതെന്ന് എല്ലാ മുസ്ലിം സുഹൃത്തുക്കളെയും ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. അതേ സ്മരണികയിൽ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവായ താജുൽ ഉലമ സദഖത്തുള്ള മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, മൗലവി ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നമ്മോട് വേർപിരിഞ്ഞിട്ട് 2.5 വർഷം പിന്നിട്ടു. ദീനീ വിജ്ഞാന മേഖലകളിൽ പ്രശോഭിച്ചിരുന്ന ഒരു തികഞ്ഞ പണ്ഡിതനായിരുന്നു അദ്ദേഹം. താൻ പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലും നിഷ്കളങ്ക സേവനം അർപ്പിച്ചിരുന്ന ഒരു ആത്മാർത്ഥ സേവകനായിരുന്നു പരേതൻ. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ വളരെ കാലം അധ്യാപന രംഗത്ത് സ്തുത്യർഹമായ സേവനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനാൽ നിരവധി എണ്ണം പണ്ഡിതന്മാരുടെ ഗുരുവര്യനായി തീരുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരത്രേ. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള വിവിധ സംഘടനകളിൽ വിലസുന്ന പല പ്രവർത്തകന്മാരുടെയും ഗുരുവര്യൻ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തന്നെ. കേരളത്തിലും തമിഴ്നാട്ടിലും സഞ്ചരിച്ച് വിവിധ കലകളിൽ അദ്ദേഹം അവഗാഹം നേടിയിട്ടുണ്ട്. ഓരോ കലകളിലും പ്രത്യേകം അവഗാഹം നേടിയവരെന്ന് തനിക്ക് ബോധ്യപ്പെട്ട പണ്ഡിതന്മാരെ സമീപിച്ചു അവരിൽ നിന്നു അതത് കലകൾ പഠിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സവിശേഷതയാണത്. ഇക്കാര്യത്തിൽ തൻ്റെ പ്രായക്കൂടുതലും പഠനകാലത്തിൽ വരുന്ന ദൈർഘ്യവും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. ഈയുള്ളവനും അദ്ദേഹവുമായി സാഹോദര്യ ബന്ധത്തിൽ കവിഞ്ഞ് പഠനബന്ധങ്ങളൊന്നുമില്ല. ജംഉൽ ജവാമി ഓതുവാനായി അദ്ദേഹം ഈ ലേഖകനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്ന് അദ്ദേഹത്തിനായി പ്രത്യേകം ഒരു സബക്ക് തുടങ്ങേണ്ട സാഹചര്യമായിരുന്നതിനാൽ അസൗകര്യം ഉണർത്തുകയും ഈയുള്ളവനുമായി പ്രസ്തുത കിതാബിൽ ബന്ധമുള്ള കൈനിക്കര അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തു. അവസാനം ഉപരിപഠനം പൂർത്തിയാക്കിയത്
ദയൂബന്ദ് ദാറുൽ ഉലൂമിൽ വെച്ചായിരുന്നു. അക്കാരണത്താൽ ദയൂബന്ദ് പണ്ഡിതന്മാരിൽ അക്കാലത്ത് തലയെടുപ്പുള്ള പലരും അദ്ദേഹത്തിൻ്റെ ഗുരുവര്യന്മാരുമാണ്. തൻ്റെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും പ്രസിദ്ധനായിരുന്ന ഷെയ്ഖ് ഹസൻ ഗുരുഭക്തിയുടെ പ്രതീകവുമായിരുന്നു. ഈ ഗുരുഭക്തി കാരണം തൻ്റെ ഗുരുവര്യന്മാരായ ദയൂബന്ദ് ഉലമാക്കളെ പയിക്കാൻ തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പലരും കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഗുരുനാഥന്മാരെ വ്യക്തവും സ്പഷ്ടവുമായ ഭാഷയിലും ശൈലിയിലും നിന്ദിക്കുവാനും വ്യക്തിഹത്യ നടത്തുവാനും സങ്കോചമില്ലാത്ത പണ്ഡിതന്മാർ ദീനീ നേതാക്കളായ ഇക്കാലത്ത് അതിൽ അത്ഭുതമില്ല. വെല്ലൂരിലും മറ്റും ഹദീസ് ശാസ്ത്രവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നപ്പോൾ പോലും ഫിഖ്ഹിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. ലൗഡ് സ്പീക്കർ ഖുതുബ ഓതുന്നത് സഹീഹാവുകയില്ലെന്ന് അദ്ദേഹം ധീരമായി ഫത്വ ചെയ്തത് അതിന് മതിയായ തെളിവാണ്. മരിക്കുന്നത് വരെ അദ്ദേഹം ആ ഫത്വയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തോട് സ്നേഹവും കൂറുമുള്ള ശിഷ്യന്മാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തോട് പിന്തുടരുകയാണ് ഗുരുത്വം. അള്ളാഹു സഹായിക്കട്ടെ. ബാക്കിയാത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ അദ്ദേഹം നേരിൽ വന്ന് ക്ഷണിച്ചതനുസരിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു. അന്നാണ് അദ്ദേഹവുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ച. അത് അവസാനത്തേതാകുമെന്ന് ഓർത്തില്ല. എന്തു ചെയ്യാൻ, അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും മഗ്ഫിറത്ത് നൽകുകയും സ്വർഗത്തിൽ സമ്മേളിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഒപ്പ് കെ സദഖത്തുള്ള മൗലവി. മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മൗലാന നജീബ് മൗലവി മമ്പാട് അവർകൾ പറയുന്നത് കേൾക്കാം. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവർകൾ വെല്ലൂർ ബാക്കിയാത്തിലേക്ക് ചേരാൻ വേണ്ടി പോയിടത്ത് നിന്ന് അവിടുത്തെ അബ്ദുറഹീം ഹദറത്ത് ദയൂബന്ദിൻ്റെ ഖിരീജാണ്. അപ്പോൾ ദയൂബന്ദിൽ നിന്ന് വന്ന അദ്ദേഹം ഹദീസിൻ്റെ പഠനം നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പ്രത്യേകം ബാക്കിയാത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരം ദയൂബന്ദിലായിരിക്കും എന്നും പറഞ്ഞു വിട്ടതാണ് ഷെയ്ഖ് ഹസൻ ഹദറത്തിന്. അവരും നമ്മുടെ ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർകൾ ഷെയ്ഖുനായുടെ ഭാഗത്ത് നിന്നും ഷെയ്ഖുനായുടെ അടുത്ത് നിന്ന് കിതാബുകളൊക്കെ ഓതി പാകപ്പെട്ട ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർകളും ബാക്കിയാത്തിലേക്ക് തന്നെയാണ് പോയത്. ഒരു കൊല്ലാ പോകുന്നത് ഒരേ കാലത്ത്. രണ്ടാളും പോയെടുത്തുനിന്ന് അബ്ദുറഹീം ഹദറത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവർകൾ ദൈവബന്ധിലേക്ക് പോകുന്നത്. അപ്പം മൂപ്പര് ബാക്കിയാത്തിൽ നിന്നില്ല. ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരും മറ്റൊക്കെ ബാക്കിയാത്തിൽ നിന്നു. അങ്ങനെ കേരളത്തിൽ ആ ഒരു നിലക്കും ഷെയ്ഖ് ഹസൻ ഹദറത്തിൻ്റെ പോക്കിൻ്റെ ശേഷം ദൈവബന്ധിലേക്ക് പോകുക എന്നുള്ളത് നിലവന്ന് കേരളത്തിൽ ഒരു മൗലിയർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള നിലക്ക്. താജുൽ ഉലമ സദഖത്തുള്ള മൗലാനയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന കേരളത്തിലെ ആദ്യത്തെ ദയൂബന്ദി ബിരുദധാരിയും ബാക്കിയാത്തിലെ മുദ്രിസുമായിരുന്ന സൂഫി വര്യൻ മൗലാന മുസ്തഫ ആലിം സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ സ്മരണികയിൽ എഴുതുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ സിരാകേന്ദ്രമായ ദാറുൽ ഉലൂമിൻ്റെ സന്തതികളും ഭാരത മുസൽമാൻ്റെ മാർഗദർശികളുമായ ദയൂബന്ദ് ഉലമാക്കളോട് മഹാനവറുകൾ അതിരറ്റ ആദരവും വിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കാവൽഭടന്മാരായിരുന്ന മഹാത്മാക്കളെ ദുർമാർഗികളായി ചിത്രീകരിക്കുന്ന വ്യക്തികളും സംഘടനകളും വിനാശത്തിൻ്റെ വിത്ത് വിതക്കുന്നവരും നാശകാരികളുമാണെന്നും അവരുടെ കള്ളപ്രഖ്യാപനങ്ങൾ തള്ളിക്കളയേണ്ടതാണെന്നും അവയുടെ പൊള്ളത്തരം സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നും ഒന്നിലധികം പ്രാവശ്യം വിനീത ലേഖകനെ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. അതേ സ്മരണികയിൽ മൗലാന സദഖത്തുള്ള മൗലവി എഴുതുന്നു. മർഹൂം മുസ്തഫ ആലിം സാഹിബിൻ്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് നൂഹ് മൗലവിയുടെ നായകത്വത്തിൽ ഒരു സുവനീർ പുറത്തിറങ്ങുന്ന വിവരമറിഞ്ഞു സന്തോഷിക്കുന്നു. മുസ്തഫ ആലിം സാഹിബ് ആർക്കും അപരിചിതമല്ല. ആ നാമം, ആ മഹാനുഭാവൻ്റെ ജീവചരിത്രവും കേരളീയർക്ക് അജ്ഞാതമല്ല. ബാനി ഹസ്രത്തിൻ്റെ പുത്രൻ ലിയാവുദ്ദീൻ മൗലവി നവറല്ലാഹു മർക്കദഹു പ്രിൻസിപ്പാളും ഷംസുലലമ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് നവറല്ലാഹു മർക്കദഹു സദർ മുദരിസും
മുഹമ്മദ് അബ്ദുറഹീം ഹസ്രത്ത് നവറല്ലാഹു മർക്കദഹു, ഷെയ്ഖ് ആദം ഹസ്രത്ത് നവറല്ലാഹു മർക്കദഹു എന്നീ ദിഷണാശാലികൾ പ്രധാന അധ്യാപകരുമായിരുന്ന കാലത്താണ് അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ അധ്യയനം നടത്തിയിരുന്നത്. അക്കാലത്ത് തന്നെ പരലോക ചിന്തയിലും പഠനകാര്യത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അദ്ദേഹം വേഷഭൂഷാദികളിലും ഒരു തികഞ്ഞ സൂഫി വര്യനായിരുന്നു. തന്മൂലം വൈസ് പ്രിൻസിപ്പാളായിരുന്ന മർഹൂം അബ്ദുറഹീം ഹസ്രത്തിൻ്റെ സ്നേഹവും പ്രീതിയും മറ്റാരെക്കാളും കൂടുതൽ സമ്പാദിക്കാൻ ആലിം സാഹിബിന് കഴിഞ്ഞിരുന്നു. ഷാഫി മദ്ഹബിലെ പ്രബല കിതാബുകളായ ജമ്മുൽ ജവാമിയ്, ഷറഹുൻ മഹല്ലി തുടങ്ങിയ കിതാബുകൾ അധ്യാപനം നടത്തുന്നതിനായി അന്നവിടെ ഷാഫി മുദരിസുമാരുണ്ടായിരുന്നില്ല. അവ അധ്യാപനം നടത്തിയിരുന്ന ഹസ്രത്ത് ഉമർ മൗലവി അനാരോഗ്യം കാരണം രാജിവെച്ചൊഴിഞ്ഞപ്പോൾ തൽസ്ഥാനത്ത് പ്രസ്തുത കിതാബുകൾ ദർസ് നടത്തിയിരുന്നത് അബ്ദുറഹീം ഹസ്രത്തായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മുടെ കഥാപുരുഷൻ ഉൾപ്പെടെയുള്ള ഏഴാം സുമ്രക്കാർക്ക് ജംഉൽ ജവാമിയ് അധ്യാപനം നടത്തേണ്ടുന്ന ചുമതല ഔദ്യോഗികമായി ഏൽപ്പിക്കപ്പെട്ടിരുന്നത് എന്നെയായിരുന്നു. അതോടുകൂടി അനൗദ്യോഗികമായിരുന്നെങ്കിലും മൈബദിയും അദ്ദേഹം എന്നിൽ നിന്ന് ഓതിയിരുന്നു. സൂഫി ചിന്താഗതിക്കാരായ മിക്ക വിദ്യാർത്ഥികളും ആത്മീയ ചിന്തയിൽ മാത്രം ഒഴുകുന്നതിനാൽ പഠനകാര്യത്തിൽ ബുദ്ധിശക്തി കുറഞ്ഞവരായാണ് കാണാൻ കഴിയുന്നതെങ്കിലും നമ്മുടെ സ്മര്യ പുരുഷൻ ബുദ്ധികൂർമ്മതയിൽ അവരിൽ നിന്ന് ഭിന്നനായിരുന്നുവെന്ന് അദ്ദേഹവുമായുള്ള ഉപരി സൂചിത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും. വെല്ലൂരിൽ നിന്ന് MFB മൗലവി ഫാസിൽ ബാക്കവി ബിരുദം നേടിയ ശേഷം ഹദീസ് വിജ്ഞാനത്തിൽ അവഗാഹം നേടുന്നതിനായി മർഹൂം അബ്ദുറഹീം ഹസ്രത്ത് അദ്ദേഹത്തെ ദ്വയൂബന്ദ് ദാറുൽ ഉലൂം അറബിക് കോളേജിലേക്ക് അയച്ചു. അവിടെ നിന്നും പഠനം പൂർത്തിയാക്കി സനദ് വാങ്ങിയ അദ്ദേഹം ബാക്കിയാത്തിൽ ഒരു അധ്യാപകനായി നിയമിക്കപ്പെട്ടു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ അവിവാഹിതനായിരുന്നതുകൊണ്ട് മഹാനുഭാവന് സന്താന ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ ആ വിടവ് നികത്താൻ പര്യാപ്തനായ തൻ്റെ സഹോദരപുത്രനും ഒരു പ്രഗത്ഭ വാഗ്മിയുമായ അൽഹാജ് മുഹമ്മദ് നൂഹ് മൗലവി അൽ കാസിമിയെ നമുക്ക് സംഭാവന നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞത്. പരേതാത്മാവിന് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ആമീൻ. താജുൽ ഉലമ സദഖത്തുള്ള മൗലാനയും മുഫക്കിറെ മില്ലത്ത് നൂഹ് മൗലാനയും പരസ്പരം ഏറെ ബഹുമാനിച്ചിരുന്നവരായിരുന്നു. അവർ രണ്ടുപേരും വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നെങ്കിൽ പോലും പരസ്പരം ബഹുമാനം സൂക്ഷിച്ചിരുന്നു. സദഖത്തുള്ള മൗലാന തന്നെക്കാൾ ഏറെ പ്രായം കുറവുള്ള നൂഹ് മൗലാനയെ ബഹുമാനിച്ചുകൊണ്ടാണ് മൗലാന മുസ്തഫ ആലിം സാഹിബിൻ്റെ സ്മരണികയിൽ എഴുതിയിട്ടുള്ളത്. നൂഹ് മൗലാനക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. സദഖത്തുള്ള മൗലാനയുടെ സ്മരണികയിൽ മഹാനവർകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാവായും പടവാളായുമായാണ് നൂഹ് മൗലാന വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട നൂഹ് മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് സ്മരണികയിൽ എഴുതുന്നു: ബറേലവികളിൽ നിന്നും ഉണ്ടായിത്തീർന്ന ഈ വിപത്ത് തക്ക സമയത്ത് വേണ്ടതുപോലെ ഗ്രഹിച്ച ദേവബന്ദി പണ്ഡിതന്മാർ തങ്ങളാലാവുന്ന എല്ലാ ശക്തികളും സംഭരിച്ച് ആശയപരമായി തന്നെ ബറേൽവികൾക്കെതിരിൽ ആഞ്ഞടിച്ചു. വാള് നസീഹത്തുകളും ദർസുകളും തൂലികകളും ബറേൽവികൾക്കെതിരിലുള്ള ആയുധങ്ങളാക്കി മാറ്റി. വ്യക്തി ജീവിതത്തിൽ ഉന്നതമായ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു. ദാറുൽ ഉലൂമിൻ്റെ സന്തതികളെയും ഇതേ വഴിയിൽ അവർ നടത്തി. ശത്രുപക്ഷം ആ പുണ്യാത്മാക്കൾക്കെതിരെ അവരാലാവുന്നതെല്ലാം ചെയ്തു. എങ്കിലും ഉലമായ ദേവബന്ദ് തളർന്നില്ല, പിന്മാറിയില്ല. അന്നും ഇന്നും എന്നും അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പമുണ്ട്. ദേവബന്ദി ഉലമാക്കൾ കാഫിറാണെന്ന് ബറേൽവികൾ ഫത്വ ഇറക്കി. ആ ഫത്വയുടെ പര്യവസാനം വനരോധനമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുഫ്തികൾ സത്യം വേണ്ടതുപോലെ ഗ്രഹിച്ചപ്പോൾ ഫത്വകൾ തിരുത്തി. കേരളത്തിലെ ബറേലവി കുഞ്ഞാടുകൾ കാലഹരണപ്പെട്ടതും ഫത്വ കൊടുക്കപ്പെട്ടവരാൽ തന്നെ നിഷേധിക്കപ്പെട്ടതുമായ പഴയ ഫത്വയും പേറി കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നു ചിലർ വിഷപ്പാമ്പുകൾ കണക്കെ ഫിത്നയുടെ കൊടിയുമേന്തി പരക്കം പായുകയാണ്. അതവിടെ ഇരിക്കട്ടെ,
ഓർമ്മയ്ക്കായി മാത്രം ചൂണ്ടിയെന്നേയുള്ളൂ. മഹാനായ ഷെയ്ഖ് ആദം ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അസ്ഹരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാരുടെയെല്ലാം പ്രധാന ശിഷ്യനായ വടുതല മൂസ മൗലാന റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ദ്വയൂബന്ദി ഉലമാക്കളുടെ അഖീദ ഗ്രന്ഥമായി അറിയപ്പെടുന്ന അൽ മുഹന്നദ് അലൽ മുഫന്നദ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം എഴുതുന്നു: മഹത്തുക്കളും മഹാന്മാരുമായ പ്രസ്തുത ദ്വയൂബന്ദി ഉലമാക്കളോട് അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉത്തരേന്ത്യയിലെ മൗലവി അഹമ്മദ് റിള ഖാൻ ബറേലവി. ഹിജ്റ 1323 മൗലവി അഹമ്മദ് റിള ഖാൻ ബറേലവി ഹജ്ജിന് മക്കയിലെത്തി. ഹജ്ജിന് ശേഷം അയാൾ ഒരു റിസാല തയ്യാറാക്കി. ദ്വയൂബന്ദി മഹാന്മാരുടെ വാചകങ്ങൾ വാക്കിലും ആശയത്തിലും തിരിമറി നടത്തി ചില വിഷയങ്ങൾ പ്രസ്തുത റിസാലയിൽ ഉൾക്കൊള്ളിച്ചു. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും മുഹബത്തിലും ത്വാഅത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ദ്വയൂബന്ദി ഉലമാക്കളെ സംബന്ധിച്ച് അപവാദങ്ങൾ എഴുതിയുണ്ടാക്കി. അള്ളാഹുവിന് കള്ളം പറയാമെന്ന് പറയുന്നവരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നവരാണെന്നും ദ്വയൂബന്ദി ഉലമാക്കളെ പറ്റി ഈ റിസാലയിൽ എഴുതി. ഖാദിയാനിയെ സംബന്ധിച്ചുള്ള പരാമർശമാണ് പ്രസ്തുത ഗ്രന്ഥത്തിൻ്റെ തുടക്കം. ഖാദിയാനിയുടെ കുഫ്രി ആശയങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ദ്വയൂബന്ദി ഉലമാക്കളെ വഹാബിയ, കദ്ദാബിയ, വഹാബിയ, ഷെയ്ത്താനിയ എന്നിങ്ങനെ പല വിഭാഗങ്ങളാക്കി തിരിച്ചു. ഖാദിയാനിയെ പോലെയുള്ള പുതിയ പാർട്ടിയാണെന്ന് സാധാരണക്കാർ ധരിക്കുവാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. പ്രസ്തുത റിസാലയിൽ ദ്വയൂബന്ദി ഉലമാക്കളിൽപ്പെട്ട മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹാജി ഇംദാദുല്ല മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലെ വാചകങ്ങളെ വെട്ടിമുറിച്ച് കണ്ടം തുണ്ടമായി അവതരിപ്പിച്ച് ആ മഹാന്മാരെ സംബന്ധിച്ച് കാഫിറുകൾ എന്ന് അയാൾ ആ റിസാലയിൽ ഫത്വ നൽകി. അവരെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയാത്തവർ കാഫിറുകളാണെന്ന് പോലും അയാൾ എഴുതി. പ്രസ്തുത ഗ്രന്ഥത്തിന് ഹറമേനിയിലെ ഉലമാക്കളുടെ ആശംസകളും അംഗീകാരവും ലഭിക്കുന്നതിനായി അയാൾ പല മാർഗങ്ങളും സ്വീകരിച്ചു. ഹറമൈനിയിലെ പണ്ഡിതന്മാർക്ക് മേൽ പറയപ്പെട്ട ദ്വയൂബന്ദി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായും പരിചയമില്ലായിരുന്നു. ആയതിനാൽ മേൽ പറഞ്ഞ റിസാലയിൽ ചേർത്ത വാചകങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രസ്തുത വാചകങ്ങൾ ദ്വയൂബന്ദി ഉലമായിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേൽ റിസാലയിലെ ഫത്വ ശരിയാണെന്ന് അവർ എഴുതി കൊടുത്തു. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയ അഹമ്മദ് റിള ഖാൻ കുറേ കാലം പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചതിന് ശേഷം ഹിജ്റ 1325 ഹുസാമുൽ ഹറമൈനി എന്ന പേരിൽ പ്രസ്തുത റിസാല ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. പ്രമുഖ ദേവബന്ദി പണ്ഡിതനായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ മുദരിസായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ അറിയിക്കാതെയും അദ്ദേഹം അറിയുന്നതിനെ വളരെ സൂക്ഷിച്ചുമാണ് അഹമ്മദ് റിള ഖാൻ ബറേലവി ഈ പണി ചെയ്തത്. പിന്നീട് മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി വിവരം അറിയുകയും ഹുസാമുൽ ഹറമൈനിയിലുള്ള പരാമർശങ്ങൾ ദ്വയൂബന്ദി ഉലമാക്കളുടെ മേലുള്ള അപവാദങ്ങളാണെന്ന് ഹറമൈനിയിലെ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്തു. മഹാനായ വടുതല മൂസ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് പറയുന്നത് കേൾക്കാം. ദക്ഷിണ കേരളത്തിലെ സുന്നി പാരമ്പര്യത്തിൽ ഏറ്റവും അധികം പ്രതിബദ്ധതയുള്ള മഹാനായ ആലിം, ഇന്നത്തെ കേരളത്തിലെ ഉലമാ നിരയിൽ ഏറ്റവും ഉയർന്ന നിരയിൽ പാണ്ഡിത്യം കൊണ്ടും വയസ്സുകൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒന്നാം ഗ്രേഡിലുള്ള ഒരു മഹാനാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് അന്തരിച്ച ബഹുമാനപ്പെട്ട VM മൂസ മൗലവി അവർ. അള്ളാഹു അവരുടെ ഹസനാത്തുകളും ദീനിന് ചെയ്ത സേവനങ്ങളും ഇൽമിന് ചെയ്ത സേവനങ്ങളും എല്ലാം കബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മഹത്തുക്കളായ ഗുരുനാഥന്മാരെയും
നമ്മയും നമ്മുടെ ഗുരുനാഥന്മാർ ഇഷ്ടപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അലി ഹസൻ ബാക്കവി ഒതുക്കുങ്ങൽ അവർകൾ അതേ വീഡിയോയിൽ മഹാനായ ഷെയ്ഖുന കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഓവങ്ങൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നീ മഹാന്മാരെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാം. അന്ന് മഞ്ചേരിയിലെ പ്രധാന മുദരിസ്, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെ അവാർഡ് സ്വീകരിക്കുന്ന മുഹമ്മദ് ബാക്കവി, അവരുടെ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഉസ്താദാണ് അൻവർ അബ്ദുള്ള, ബഹുമാനപ്പെട്ട കുട്ടിയലിയരുടെ മകൻ അൻവർ അബ്ദുള്ള ഉസ്താദ്. അവരുടെ വാപ്പയും ഉസ്താദുമാകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഫദ്ഫരി അവരുടെ ഉസ്താദും കൂടിയാണല്ലോ ബഹുമാനപ്പെട്ട കുത്തുബി, ബഹുമാനപ്പെട്ട വണ്ടൂര മൂപ്പര് ഉസ്താദാണ് കുത്തുബി. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫദ്ഫരിയുടെ ഉസ്താദാകുന്ന മഞ്ചേരി അബ്ദുറഹ്മാൻ പാപ്പ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വല്യപ്പാൻ്റെ വാപ്പ എന്ന് പറഞ്ഞതുപോലെയാണുള്ളത്. രണ്ട് ഉസ്താദന്മാരുടെ ഭാഗത്ത് കൂടി ചെന്നാൽ മഞ്ചേരി അബ്ദുറഹ്മാനിലേക്കുള്ളിലാണ് എത്തുക. ആ മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിം നബ്ബറല്ലാഹു മർക്കദൊക്കെ അവിടെ ദർസ് നടത്തുന്ന കാലം ഉലമാക്കൾ 4 ഭാഗത്തിൽ കൂടെയുള്ള ഉലമാക്കളും അവിടെ പരസ്പരം പല സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നുണ്ട്. അന്നൊക്കെ പറയുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട കുത്തുബിയെയും ബഹുമാനപ്പെട്ട വണ്ടൂര് മൂപ്പരെയും പരാമർശിക്കാത്ത സദസ്സുകളോ സംസാരങ്ങളോ കുറവാണ്. ഇനി നമുക്ക് ദയോബന്ദി ഉലമാക്കൾക്ക് വേണ്ടി കേരളത്തിൽ നിലകൊണ്ട അഖില കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ പരിശോധിക്കാം. അതിൽ ആദ്യത്തെ പേര് തന്നെ മഞ്ചേരി മുലിയാറുപ്പാപ്പ എന്ന് വളരെ ബഹുമാനത്തോടെ അദ്ദേഹം പരാമർശിക്കുന്ന മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മുദരിസ് മഞ്ചേരി, പ്രസിഡന്റ് അഖില കേരള ജമിയത്തുൽ ഉലമ, മഹാനവർകൾ അഖില കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഫത്വ കമ്മിറ്റി അംഗവുമായിരുന്നു. രണ്ടാമത്തെ പേര് ഹസൻ ഹസ്രത്ത്, അതേപോലെ മറ്റ് പല മഹാന്മാരെ ഒക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, കുഞ്ഞലവി മുസ്ലിയാർ, അങ്ങനെ പലരെയും പരാമർശിക്കുന്നുണ്ട്, പേരുകളുണ്ട്. അതോടൊപ്പം MK അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന കുട്ടി മുസ്ലിയാർ, ഇദ്ദേഹം അലി ഹസൻ ബാക്കവി അവർകൾ ഏറെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുട്ടി മുസ്ലിയാർ അഖില കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റി അംഗമായിരുന്നു. അതേ സംഘടനയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അഖില കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ഫത്വ കമ്മിറ്റി അംഗവുമായിരുന്ന മഹാനായ ഷെയ്ഖുന കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അഖില കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ ജമിയത്ത് മാസികയിൽ എന്തുകൊണ്ട് അഖില കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടു എന്നതിനൊരു വിശദീകരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആ ലേഖനം പരിശോധിക്കാം. അഖില കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായിരുന്ന കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു: ലോക മുസ്ലിങ്ങളിൽ പല പ്രത്യേകതയുമുള്ളവരാണ് കേരള മുസ്ലിങ്ങൾ. ഇസ്ലാമിൻ്റെ വിശ്വാസാചാരങ്ങളും സംസ്കാരവും അഭംഗുരം നിലനിർത്തുന്നതിൽ ഇന്നാട്ടിലെ ജനത ആഗോള മുസ്ലിങ്ങളെ പല നിലയിലും അധികരിക്കുന്നുവെന്നതൊരനിഷേധ്യ സത്യമാണ്. അടങ്ങാത്ത ആവേശവും ഈമാനിൽ നിന്നുളവായ ത്യാഗ മനോഭാവവും ഈ സമുദായത്തിൽ നിർബാധം നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രചാരണ രംഗത്തും നാം അടിക്കടി പുരോഗതിപ്പെടുകയാണ്. കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ട മദ്രസകളും പള്ളികളും അറബിക് കോളേജുകളുമെല്ലാം നമ്മുടെ മതപരമായ നവോത്ഥാനത്തെയാണ് പ്രകടമാക്കുന്നത്. ഉലമാക്കൾ അന്നും ഇന്നും കേരളത്തിൽ ഇസ്ലാമിക സംസ്കാരം നിലനിർത്തുന്നതിൽ ആർവാചീനരും ആധുനികരുമായ മതപണ്ഡിതന്മാർ അതീവ യത്നം ചെയ്തിട്ടുണ്ട്. കേരളീയ മതപണ്ഡിതന്മാരുടെ സാഹിത്യ സൃഷ്ടികൾ വിദൂര പൗരസ്ത്യ ദേശങ്ങളിലെ പാഠശാലകളിലെയും ദർസുകളിലെയും പാഠ്യ ഗ്രന്ഥങ്ങളാണെന്നതു നമുക്ക് അഭിമാനാർഹമായ കാര്യമത്രേ. വിവിധ വിഭാഗക്കാരെല്ലാം സംഘടിച്ചുകൊണ്ടാണ് തങ്ങളുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സുമാർ 2 വ്യാഴവട്ടക്കാലങ്ങൾക്ക് മുമ്പ് ആലുവയിൽ വെച്ച് കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി. ആദ്യഘട്ടത്തിൽ ഇന്നാട്ടിലെ തലയെടുപ്പുള്ള ഉലമാക്കൾ പൊതുവെ കേരള ജമിയത്തുൽ ഉലമയിൽ ചേർന്നിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിതമായി. കേരളയും സമസ്തയും തമ്മിൽ ശീതസമരം തുടർന്നു.
ഇന്നും കേരളക്കരയിൽ നിന്ന് ഉലമാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പിൻ്റെ കെടുതികളും അതിനെ തുടർന്നുളവായ അനൈക്യവും അസ്തമിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഉലമാക്കൾ തീർച്ചയായും പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. നബിമാരുടെ ആശയ പ്രബോധകന്മാരായ ഉലമാക്കൾ സത്യദീനിനെ നിലനിർത്തുവാനായി സംഘടിക്കണം. ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ യാതൊരു വക്രതയും കെട്ടിക്കൊടുക്കും കൂടാതെ സാധാരണക്കാരെ ഗ്രഹിപ്പിക്കേണ്ടത് പണ്ഡിതന്മാരുടെ നിർബന്ധ കർത്തവ്യമത്രേ. നമ്മുടെ ചില പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ അവരുടെ പ്രമേയ പ്രബോധന രംഗത്ത് സത്യത്തിൽ നിന്നു ദയനീയമാം വിധം വ്യതിചലിച്ചു. ഇടക്കാലത്ത് ദീനിനു നിരക്കാത്ത ഫത്വകളും പ്രസിദ്ധീകരണങ്ങളും പണവും അവരിൽ ചിലരുടെ ജീവിത ലക്ഷ്യമായി പരിണമിച്ചു. ഐക്യത്തിന് ആഹ്വാനം നൽകേണ്ട മതപണ്ഡിതന്മാരിൽ ചിലർ ഭിന്നിപ്പിൻ്റെ കാറ്റ് വിതച്ചു കലഹത്തിൻ്റെ കൊടുങ്കാറ്റ് കൊയ്യാൻ അരിവാളുമായി നടന്നു. അനാവശ്യമായ വാദപ്രതിവാദങ്ങളും വെല്ലുവിളികളും സമുദായ മധ്യേ പല വിനാശങ്ങൾക്കും കാരണമായി. സമുദായത്തിൻ്റെ നേതാക്കളും വക്താക്കളുമായ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ചില നേതൃമാന്യന്മാർ മഹാന്മാരായ ഉത്തരേന്ത്യയിലെ ഉന്നത പണ്ഡിത നേതാക്കളെയും മറ്റും കണ്ടമാനം ആക്ഷേപിക്കാനും ഭത്സിക്കാനും മുതിർന്നു. ഷെയ്ഖ് മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി വരെ അവരുടെ അതിരൂക്ഷമായ ആക്ഷേപാവഹേളനങ്ങൾക്ക് ശരവ്യമായി തീർന്നു. അതിനു മുമ്പ് തന്നെ ഇസ്ലാമിലെ ഉന്നതാശയരായ ചില പണ്ഡിതന്മാരെ ഈ വിഭാഗത്തിലെ അല്പജ്ഞന്മാർ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. പൂർവഗാമികളായ പണ്ഡിതന്മാരെ താറടിച്ച് തരം താഴ്ത്തുന്ന ദുഷ്പ്രവണത വളർന്നു പന്തലിച്ചപ്പോഴാണ് അഭിവന്ദ്യനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവர்களுടെ പരിശ്രമഫലമായി കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ 1966 അഖില കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബ കിറാമും സലഫ് സ്വാലിഹ്യങ്ങളും അനുഷ്ഠിച്ചിരുന്ന ദീനി അഹ്കാമുകൾ കർമ്മരംഗത്ത് പുനഃസ്ഥാപിക്കുകയെന്നതാണ് സംഘടനയുടെ സുപ്രധാന ലക്ഷ്യം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നതിൻ്റെ യഥാർത്ഥ വിവക്ഷയും അതാണല്ലോ. മതപരിവേഷം അണിയിച്ചു നടത്തപ്പെടുന്ന അന്ധവിശ്വാസാനാചാരങ്ങൾ യുക്തിപൂർവകവും ലക്ഷ്യസഹിതവുമായ രേഖകൾ മുഖേന എതിർത്ത് നശിപ്പിക്കേണ്ടതും പരലോകത്തിനു വില കൽപ്പിക്കുന്ന ഉലമാക്കളുടെ കർത്തവ്യമത്രേ. മദ്രസ പഠനം, ദർസുകൾ, അറബിക് കോളേജുകൾ എന്നീ സ്ഥാപനങ്ങളിലെ പാഠ്യപദ്ധതിയിൽ കാലികമായ പരിഷ്കരണം ആവിഷ്കരിക്കാനും ഈ സംഘടന നേതൃത്വം നൽകുന്നതാണ്. സമുദായത്തിലെ വിവിധ സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പിൻ്റെ ഉഗ്രത മയപ്പെടുത്താനും പൊതുകാര്യത്തിൽ ഉമ്മത്ത് മുസ്ലിമ ഏകീകരിക്കാനും ഈ പണ്ഡിത സംഘടന ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു. സമുദായത്തിലെ നല്ലവരായ എല്ലാ വ്യക്തികളും അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാമുദായിക നവോത്ഥാന സംരംഭങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണ നൽകണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ സവിനയം അഭ്യർത്ഥിക്കുന്നു. ഈ സംഘടനാ ശിശു സാവകാശം യാത്ര തുടരുകയാണ്. ജംഇയ്യത്ത് മാസിക നല്ല നിലയിൽ നടത്താൻ വേണ്ടി സംഘടന ആധുനിക സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പ്രസ്സും സ്ഥാപിച്ചിട്ടുണ്ട്. അഖില മദ്രസകൾക്കൊരു പുതിയ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നു. പാഠ്യപുസ്തകങ്ങൾ വിനാ വിളംബം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ തുടരുന്നു ഷെയ്ഖുന കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലേഖനം. ഇത്രയും വിശദീകരിച്ചതിൽ നിന്നും വളരെ വ്യക്തമായ കാര്യമാണ് മൗലവി അഹമ്മദ് റസാഖാൻ ബറേലവി നിലകൊള്ളുന്ന ബറേലവി പണ്ഡിതന്മാരെക്കുറിച്ചും നമുക്ക് ചിലത് വായിച്ചാൽ മോശമായും അവരുടെ അനുയായികൾ എഴുതിയത് വായിച്ചാൽ നല്ലതായും തോന്നും. അലി ഹസൻ ബാക്കവി പറഞ്ഞതുപോലെ 2 മുഖമുള്ളവർ. അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെ ബഹുമാനപ്പെട്ട് അലി ഹസൻ ബാക്കവിക്ക് യഥാർത്ഥ സുന്നികളാകും? അങ്ങയുടെ ഉസൂൽ പ്രകാരം അവർ ശരിയായ സുന്നികളല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്നവരാണ് ആദരണീയനായ ബാക്കവി ഉസ്താദ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മഹാന്മാരായ ദ്വയോബന്ദി ഉലമാക്കളെ ശരിയായി മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.